ആത്മീയതയിലേക്ക് പോയി ഭാര്യയെ മറ്റൊരാൾക്ക് വിവാഹം കഴിച്ചു നൽകാം എന്നുവരെ ചിന്തിച്ചു. മലയാള സിനിമയിലും സീരിയൽ രംഗത്തും ഒരു കാലത്ത് ഏറെ ആരാധകരുള്ള നടനായിരുന്നു കവിരാജ്. വില്ലൻ വേഷങ്ങളിൽ ഇദ്ദേഹം ഒരു കാലത്ത് തിളങ്ങി നിന്നിരുന്നു. ഇപ്പോൾ ആത്മീയ പാതയിലാണ്. അമ്മയുടെ മരണത്തോടെയാണ് അദ്ദേഹം ആത്മീയ പാതയിൽ മുഴുകിയത്. ആത്മീയതയിലേക്ക് പോയപ്പോൾ വീട്ടിൽ ദാരിദ്ര്യം വന്നുവെന്നും ഭാര്യ പിണങ്ങിപ്പോയിരുന്നതായും കവിരാജ് പറഞ്ഞു. ഒരു അഭിമുഖത്തിലാണ് താരത്തിന്റെ പ്രതികരണം. അമ്മയുടെ മരണശേഷം ആണ്ട് നടത്തുന്നതുവരെ ഞാൻ വിഷാദരോഗം പോലെയുള്ള അവസ്ഥയിലായി. ഭാര്യ എന്ന നിറഗർഭിണിയാണ്. അമ്മ മരിച്ച് അടുത്തയാഴ്ച അവൾ പ്രസവിച്ചു. സന്തോഷമാണെങ്കിലും ഞാൻ അമ്മയുടെ അടിയന്തരത്തിന്റെ തിരക്കുകളിലാണ്. ഒറ്റയ്ക്കാണ്, ആരും സഹായത്തിനില്ല. പ്രസവിക്കുമ്പോൾ ഞാൻ അടുത്ത് വേണമെന്ന് പറഞ്ഞു. വണ്ടി പിടിച്ചു പോയി. കുഞ്ഞിനെ കണ്ട് എൻ്റെ കണ്ണ് നിറഞ്ഞു. കാവിയും ഷാളും നരയുമെല്ലാമായി അലഞ്ഞു നടക്കുന്ന അവസ്ഥയിലായിരുന്നു ഞാൻ. ആ സമയത്ത് ഭാര്യ കുഞ്ഞിനെയും കൊണ്ട് ഇപ്പോൾ വരാം എന്ന് പറഞ്ഞു പോയി. പിന്നെ വന്നില്ല. ഞാൻ വീടും പൂട്ടി ഇറങ്ങി അലഞ്ഞു. ആത്മീയതയിലേക്ക് പോയപ്പോൾ വീട്ടിൽ ദാരിദ്ര്യം വന്നു. വർക്കില്ല. ഞാൻ അധികം ആരോടും സംസാരിക്കാത്ത ആളാണ്. ഭാര്യയോട് ഒട്ടും സംസാരിക്കാതെയായി. അങ്ങനെയാണ് അവൾ പോയത്. വീട് പൂട്ടി ഞാനും എൻ്റെ വഴിക്കങ്ങ് പോയി. പക്ഷേ ഭാര്യയ്ക്ക് തിരിച്ചു വരണമെന്ന് തോന്നി. ഞങ്ങൾ വീണ്ടും യോജിച്ചു. അതിനുശേഷം ഗുരുനിർദ്ദേശപ്രകാരം കാവ്യ മാറ്റി. പക്ഷേ എന്നെ ഈ വേഷത്തിൽ കാണുമ്പോൾ പണ്ട് ചിരിച്ചവർ ചിരിക്കാതെയായി. അത് അവരുടെ മാനസിക വൈകല്യമെന്നും കവിരാജ് പറഞ്ഞു. സീരിയൽ താരത്തിൽ നിന്നും ആത്മീയ പാതയിലേക്കുള്ള മാറ്റം ഭാര്യയുടെ ബന്ധുക്കൾക്ക് ഉൾക്കൊള്ളാനായില്ലെന്നും കവിരാജ് പറഞ്ഞു. എൻ്റെ കൂടെ അവൾ എന്തിനു ജീവിക്കുന്നു? നല്ലൊരാളെ കിട്ടിയാൽ എൻ്റെ കൈകൊണ്ട് താലിയെടുത്ത് കൊടുത്ത് അവളെ ഞാൻ കല്യാണം കഴിപ്പിക്കാമെന്ന് ഞാൻ ആലോചിച്ച സമയത്താണ് ഭാര്യ തിരിച്ചു വരുന്നതെന്ന് കവിരാജ് പറഞ്ഞു. ഞാനിപ്പോൾ സിനിമകൾ കാണാറില്ലെന്നും നടൻ കൂട്ടിച്ചേർത്തു. സിനിമയിൽ നിന്ന് തനിക്ക് നേരിട്ട ദുരനുഭവങ്ങളും കവിരാജ് അഭിമുഖത്തിൽ പങ്കുവയ്ക്കുന്നുണ്ട്.